വരുന്നു. നീ അവിടുത്തെ പറയും. അയ്യോ, ഞാനെന്ത് പറയാൻ? ഞാൻ പറയും. ഇതെന്നാ ഫ്ലാസ്കും ചോറ്റുപാത്രോട്ടെ എങ്ങോട്ടാ? ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാ. ഏതായാലും നിങ്ങൾ എത്തിയ നന്നായി. അതന്നെ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്നിരുന്നു. എന്റെ ബ്രദറും വൈഫും? അതാരാ? മണ്ണാർക്കാട്ടുള്ള മാത്തച്ഛനാ പറഞ്ഞത്. കർത്താവേ, അവരിവിടെ വന്നിരുന്നോ? അപ്പൊ നിങ്ങളുടെ ആരുമല്ലേ? ഏയ്, അപ്പച്ചന്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ളതാ. വല്ല 10ഓ 15ഓ കൊടുത്ത് വിട്ടാ മതിയായിരുന്നു. എന്നതാ 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 നശിപ്പിച്ചല്ല, അല്ലെങ്കിലും അത് ചേട്ടത്തിക്ക് ഒരു സൂക്ഷമില്ല. അതിന് ഇപ്പത്രക്ക് എന്നെ പറയുള്ളത്. 4 പ്ലേറ്റിലെ ഒടിഞ്ഞുള്ളൂ. ആഹാ, എന്നാ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പൊട്ടിക്കായിരുന്നില്ലേ? അവനവൻ കാശ് മുടക്കിയാലേ എന്റെ ദണ്ണം അറിയത്തുള്ളൂ. അതിനാരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഞാൻ ഉടച്ചിട്ടില്ല. എന്റെ റോയ് കുഞ്ഞ് കാശ് വിട്ട് മേടിച്ചതാ. ഇന്നലെ വന്നവർ എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലേ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ. ഈ പെണ്ണ കണ്ടിട്ട് വാല് മക്കളെന്ന് എനിക്കറിയാൻ മേല. തള്ളേ, ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എനിക്ക് ആരുടെ ആട്ടുതൂപ്പൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കണത്. ആരെങ്കിലും നിർബന്ധിച്ച് ഇവിടെ നിൽക്കാൻ അങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അമ്പടി കേങ്ങി അവളുടെ ഒരു മുഴുപ്പ്. അയ്യോ, ഇങ്ങനൊരു സ്വരൂപം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കുറെ തൊലിവെളുത്താ അതെന്നെ സ്വർഗോന്ന് പറഞ്ഞ് നടക്കണ കുറെ പെങ്കോന്നന്മാര്. ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട് നമുക്ക് നോക്കാലോ. അവളുടെ ഭാവം. അയ്യോ, കാശൊന്നുമില്ലേ? ആ, എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ഒരു 20 രൂപ കൊണ്ട് തന്നെ എന്റെ അക്കൗണ്ടിൽ എഴുതിക്കോ. ഇതാ സ്റ്റാൻഡിൽ ഇരിക്കൊണ്ട് എടുത്തോണ്ട് പോയിക്കോ. എന്താ നടന്നു? വണ്ടി വന്നില്ലേ? വണ്ടി സർവീസിങ് കൊടുത്തിരിക്കാം. എന്നാ കയറിയാട്ടെ. വാ മോളെ. മോള് നീങ്ങിരി. ഇത് മോള് തമ്മച്ചിയാണ്. അന്ന് മോളത്തെ സാറും താഴെ തമ്മച്ചൂടെ പോകുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ. എട മോനെ, ഇതാരാ? കത്രീന സിംഗ് പിണങ്ങിപ്പോയെന്ന് പറഞ്ഞേച്ച്. ഞാൻ ആരോട് പിണങ്ങണ എന്റെ കുഞ്ഞെ? റോയ്ച്ചായോ, ഇതാരാ വന്നിരിക്കാൻ നോക്കിയേ? എന്നാടാ ഈ പടി കയറത്തില്ലെന്ന് പറഞ്ഞ് പോയേച്ച് പിന്നെ എന്താ ഞാൻ തിരിച്ചു പോകുന്നത്? സ്നേഹമുള്ളവരോടല്ലേ പിണങ്ങാൻ പറ്റൂ. നിങ്ങൾ എന്നെ വെറുത്താലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റൂ. അതെ, അവിടെ ആകുമ്പോ സമയമുള്ള ഭക്ഷണവും റോയ്ച്ചാനെ പറ്റിച്ചുള്ള ചേട്ടത്തേക്ക് പോന്നോ? അയ്യോ, ഇതെന്നെ പറ്റി. അടുക്കളയിൽ കയറിയുള്ള കരിയും പുകയൊക്കെ കൊണ്ട് മുഖാകെ കരുവാളിച്ചു പോയി. ഇനി കൊണ്ട ഞാൻ ചെയ്തു. ഞാൻ വരട്ടെ. റോയ്മോനെ, കുറച്ച് നേരത്തെ വരണട്ടോ. മനസ്സിലായില്ലേ? മറ്റേ സ്മോളിന്റെ കാര്യം. നേരത്തെ വരാം. മോളെ, നമുക്ക് അടുക്കളയിലേക്ക് ചെല്ലാം. നാളെ ക്രിസ്മസ്. ഉസ്താദ് വന്നോ? താനിത് എവിടെയായിരുന്നു? ഞാൻ ഒരു ഹോട്ടലല്ലായിരുന്നോ കൃഷ്ണ? ഈ ട്യൂഷൻ നിർത്തിയപ്പോ താൻ തുടങ്ങിയോ? അതല്ലടോ, പിന്നെ ഒരു വിസ സംഘടിപ്പിക്കാനുള്ള ഓട്ടം ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുത്തു. അതിനവിടുത്തെ പ്രശ്നമൊന്നും തീർന്നില്ലല്ലോ. ആഹാ, ഇതാരും ഉസ്താദോ? ആ റോയ് സാറല്ലേ? ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഞാൻ ഖത്തറിലേക്ക് പോവുക. അപ്പൊ വഴിക്കൊന്ന് കണ്ട് യാത്ര പറഞ്ഞു പോകാൻ നേരത്തെ കയറിയതാ. അപ്പൊ ഗൾഫിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട്? എങ്ങനെ പോകാതിരിക്കും? ആദ്യത്തെ പോക്ക് ഒരു പോക്കായി പോയില്ലേ. ഇനി ഈ പോക്ക് വേണം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ. വണ്ടിപ്പണി തന്നെ ആണോ? ഏയ്, അതല്ല. നമുക്ക് നല്ല ജോലി വേറെ കിട്ടി. പിന്നെ വഴിമഹാൽ. വഴിമഹാളോ എന്ന് വെച്ചാ? അതായത് ഈ റെഡിമെയ്ഡ് സാധനങ്ങളെല്ലാം വഴിയിലിട്ട് വിൽക്കുമല്ലോ, അതാണ് വഴിമഹാൽ. നമ്മളെ കൊച്ചാപ്പന്റെ മകന്റെ ഭാര്യയുടെ അഞ്ചത്തിയുടെ ഭർത്താവിന്റെ അലയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയാൾക്ക് അവിടെ വഴിമഹാളാ. ആ കെയറോപ്പിലാണ് എനിക്ക് ഈ വിസിറ്റ്. കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ഹോർലിക്സ് കുടിച്ചാ വരുന്നതേ. മാത്രമല്ല ആളും വെയിറ്റ് ചെയ്യോടെ. പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് അവിടെ ഒരു കുഴപ്പമില്ല.
ഇനി ഞാൻ അവിടെ ചെന്ന് വല്ല കുഴപ്പവും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഈ ഇറാഖിപ്പെട്ട ആൾക്കാർ വരികയാണെങ്കിൽ ഞാൻ ഉടനെ തിരിച്ചു പോരും. വന്നാൽ ഇപ്പോൾ ഈ വാക്കൻസി ഉണ്ടല്ലോ. ശരി പറ്റേ. ഓക്കെ, സീ യു. കം അഗൈൻ. അയ്യോ, പച്ചക്കറി 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 വേണ്ടേ? പച്ചക്കറി വേണ്ടേ? വേണ്ടടോ. അതിനെ വേണ്ടാത്തെ? തന്നോട് മേടിച്ചാലേ 2 സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്നാ 2 സെന്റ് സ്ഥലം ചെയ്താ? പാലക്കാട് വന്നപ്പോ ഞങ്ങൾ കുറെ കൊണ്ടുവന്നു. അതങ്ങ് പാലക്കാട്. ഈയിടെയായിട്ട് മോളത്തെ പാർട്ടി പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ. താഴത്തെ പാർട്ടി മോളത്തെ പാർട്ടിക്ക് നോൺ വെജിറ്റേറിയൻ മതി. ഒരുമാതിരി ആക്കുന്ന വർത്താനം പറയുന്നത് കേട്ടോ. എടോ, ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിയും. എടോ, ഇവിടുത്തെ സാറുമാർ തമ്മിൽ എങ്ങനെയാ? അവര് ഭയങ്കര ക്ലോസ് അല്ലേ? ഒരുമിച്ച് ശാപ്പാട്, ഒരുമിച്ച് വെള്ളവടി. അതല്ലടോ വേണ്ട. പിന്നെ എടോ, അവര് തമ്മിൽ കൊടുക്കൽ വാങ്ങൽ വലുതുണ്ടോ? കൊടുക്കാറുണ്ട്, വാങ്ങിക്കാറുമുണ്ട്. എന്താ കുഴപ്പം? അതല്ലടോ. പിന്നെ തന്നോടൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയും. പറ. പൂക്കരത്തിന് പറഞ്ഞാലുണ്ടല്ലോ. താൻ മറക്കാനൊന്നും നോക്കണ്ട, ഞാൻ കണ്ടിട്ടുള്ളതാ. താഴത്തെ സാറ് മോളത്തെ അമ്മച്ചയും മോളത്തെ സാറ് താഴത്തെ അമ്മച്ചയും കാറെ കൊണ്ടുവന്നു. അതെന്താ ഇപ്പൊ ഇത്ര കുഴപ്പം? ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് വലിയ വീട്ടിലാകുമ്പോ യാതൊരു കുഴപ്പമില്ല. നമ്മളൊക്കെ സാഹിബ്മാരെ കൂട്ടല്ലേ ജീവിക്കുന്നത്. താനൊന്നും വല്ലതും വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ കേട്ടോ. ഇടൂ, ഞാൻ പറയുന്നതല്ല, ഈ കോളനിൽ എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട. തനിക്ക് ബോധ്യം വരുമ്പോ താൻ വിശ്വസിക്കാൻ മതി. അല്ല പിന്നെ ഇടിഞ്ഞോട്ട് പോവാ. പച്ചക്കറി, പടവലങ്ങ, പാവയ്ക്ക, ചേന, മുന്തിരിങ്ങ. അങ്ങോട്ട് ഒന്നുമില്ല. പിന്നെ ഡോറിലൊക്കെ ഞങ്ങൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്താ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു വരുന്നവന്മാരുണ്ട്. കാരണം ചോദിച്ചാ പറയും ഫസ്റ്റ് നൈറ്റിന് എന്തോ ചോദിച്ചപ്പോ പെണ്ണ് കരഞ്ഞെന്ന്. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസം ആകാൻ പോകുന്നു. എടാ, 6 മാസം തികയാതെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് നിനക്കറിയാമോ? എവിടം വരെ വിസ്താരമൊക്കെ? മധുരം നല്ല ലക്ഷണമാ. കഴിക്ക് കഴിക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ, അല്ലേ ആനി? രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം. ഇനി സമയം കളയണ്ട, രണ്ടുപേരും പോയി പെമ്പിള്ളേരെ വിളിച്ചോണ്ട് വാ. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ മാത്രം മോശക്കാരൊന്നുമല്ല. ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, സമ്മതിച്ചു. ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ. ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ചമഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവറ്റകളെ പറഞ്ഞേക്കേ. ഇനി മാന്യന്മാർ രണ്ടുപേരും വന്നാട്ടെ. ഇനി ഇമ്മാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കട്ടെ. ഇനി അങ്ങനെ നാട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു നിൽക്കുന്നു കാണട്ടെ. വെരി ഗുഡ്. ഇനി എല്ലാവരും സ്ഥലം വിട്, വീട്ടിൽ പോ. വിളിച്ചോണ്ട് വീട്ടിൽ പോ. അവിടെ നിങ്ങളുടെ വണ്ടി. ഞാനും ആനയും അങ്ങോട്ട് വരുന്നുണ്ട്. ഉഗ്രനൊരു ശാപ്പാട് തന്നേക്കണം. കണ്ടോടെ, ഒരു പ്രശ്നം തീർന്നു. ഇങ്ങോട്ട് വന്നേ. ഒന്നിങ്ങി വന്നേ. എന്നതാ?
ഞാൻ കുറച്ചു നേരം ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾക്ക് പെമ്പിള്ളേരടുത്ത് മാത്രം എന്താ ഇത്ര തമാശയും കളിയും ഒക്കെ? കേക്കട്ടെ കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ പറയുന്നത്. എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട. ആഹാ, എന്നെ അങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ പന്തികേടുണ്ടെന്ന്. പ്രായമായാലും മനുഷ്യനും